ഇന്ന് ഒരു സിമ്പിൾ ചായയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഈ 1 കപ്പ് പാലിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ടേസ്റ്റ് പോലെ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാല് നന്നായിട്ട് തന്നെ തിളച്ച് വരണം. ഇത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ചായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 1.5 ടീസ്പൂൺ ചായപ്പൊടി കണക്കായിട്ടുള്ള കടുപ്പ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നല്ല കടുപ്പൊക്കെ വേണമെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരണം. ഇതിപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ടുള്ള ചായപ്പൊടി ആയതുകൊണ്ട് ഒന്ന് തിളക്കുമ്പോൾ തന്നെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് 2 കപ്പ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റുകയാണെങ്കിൽ നമ്മുടെ ചായ നന്നായിട്ട് തന്നെ പതഞ്ഞ് വരും. പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. കുറച്ച് ഹൈറ്റ് നോക്കുകയാണെങ്കിലും നല്ലോണം പതഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചായ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്